അപ്പോൾ ഇന്ത്യൻ ചരിത്രമാണ്. അപ്പോൾ PSC ആവർത്തിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ PSC പഠിക്കുന്നവർക്ക് ഉപയോഗപ്പെടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗപ്പെട്ടുവെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ള PSC ക്വസ്റ്റ്യൻ ആൻസറുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ബുക്കുകൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ചരിത്രമാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത കാലം എന്നറിയപ്പെടുന്ന ചരിത്രാതീത കാലം ആണ്. ശിലായുഗ മനുഷ്യർ താമസിച്ചിരുന്ന ഗുഹകൾ കണ്ടെത്തിയത് മധ്യപ്രദേശിലെ സ്ഥലമാണ് ഭിംബേത്ക. മാനവരാശിയുടെ വികാസത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം ചക്രം. ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്ത നദീതീരം സിന്ധു. വെങ്കലയുഗം എന്നറിയപ്പെടുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട നാഗരികതയുടെ കാലഘട്ടം 3000-1500 BC. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹം ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചിരുന്ന ലോഹമാണ് ചെമ്പ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ജനത ഉപയോഗിച്ചിരുന്ന പ്രധാന ലോഹം ചെമ്പ്. സൈന്ധവ നാഗരികതയുടെ ജനങ്ങൾക്ക് അജ്ഞാതമായിരുന്ന ലോകം, അവർക്ക് അറിഞ്ഞൂടാത്ത ലോകം ഇരുമ്പ് ആയിരുന്നു. എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുമുണ്ട്. സത്യമേവ ജയതേ ഏത് മുണ്ടക ഉപനിഷത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ആര്യന്മാരുടെ ആദ്യകാല സംസ്കാരത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് വേദങ്ങളിൽ നിന്ന്. ഇന്ത്യ രാജ്യങ്ങളിലെ ജനങ്ങളെ ഹിന്ദു എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ഗ്രീക്കുകാരാണ്. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? മുണ്ടക ഉപനിഷത്ത്. സംഘകാല ചോളന്മാരുടെ തലസ്ഥാനമാണ് ഉറയൂർ. റോമൻ സാമ്രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെപ്പറ്റി വർണ്ണിച്ചിരിക്കുന്ന തമിഴ് കൃതിയാണ് ജീവക ചിന്താമണി. ജൈനമത സ്ഥാപകനാണ് വർത്തമാന മഹാവീരൻ. വർത്തമാന മഹാവീരൻ ജനിച്ചത് കുണ്ടല ഗ്രാമത്തിൽ. തീർത്ഥങ്കര എന്ന വാക്ക് ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. ജൈനമതത്തിലെ എത്രാമത്തെ തീർത്ഥങ്കരനാണ് വർത്തമാന മഹാവീരൻ? 24. ത്രിരത്നങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന മതം ജൈനമതം. ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം, ശരിയായ ജ്ഞാനം. ബോധ്ഗമയ ബീഹാറിലാണ്. കർണാടകയിലെ ജൈനന്മാരുടെ പ്രധാന ആരാധന കേന്ദ്രമാണ് ശ്രാവണബെൽഗോള. ബെൽഗോളയിലെ ഗോമേതേശ്വര പ്രതിമ സ്ഥാപിച്ചത് ആരാണ്? ചാമുണ്ഡരായ. തെക്കേ ഇന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ചിരുന്ന രാജാവ് ഭദ്രബാഹു. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീബുദ്ധൻ. ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലം കപിലവസ്തു, ലുംബിനി ഗ്രാമത്തിൽ, നേപ്പാൾ. ശ്രീബുദ്ധൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് ബോധ്ഗമയ, അതായത് ബീഹാർ. ബോധ്ഗമയ അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ്. ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് എവിടെയാണ്? സാരാനാഥ്, ഉത്തർപ്രദേശ്. ബുദ്ധമതത്തിലെ 2 വിഭാഗങ്ങളാണ് ഹീനയാനവും മഹായാനവും. ബുദ്ധനെ ദൈവമായി കണക്കാക്കപ്പെടുന്ന വിഭാഗമാണ് മഹായാന ബുദ്ധമതക്കാർ. 4ാം ബുദ്ധമത സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ആരാണ്? വസുമിത്രൻ. ബുദ്ധൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികളാണ് ജാതക കഥകൾ. ബുദ്ധമത സാഹിത്യം രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് പാലി ഭാഷ. മഹാവീരൻ ജൈനമത ധർമ്മ ഉപദേശം നടത്താൻ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് പ്രാകൃത്. വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനെയാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് ഇന്ത്യയിലെത്തിയ ഗ്രീക്ക് അംബാസിഡറാണ് മെഗസ്തനീസ്. ഇത് വീഡിയോ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കുന്നത് കേട്ടാൽ മതി. കാര്യം ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ച് വീഡിയോ എടുക്കുന്നു, മറ്റു കയ്യിലും പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചിലപ്പോൾ ക്ലിയർ കുറവായിരിക്കും. ഇന്ത്യയുടെ കർത്താവ് മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യൻ പരാജയപ്പെടുത്തിയ ഗ്രീക്ക് ഭരണാധികാരിയാണ് സെലുക്കസ്. ബിന്ദുസാരൻ്റെ പിൻഗാമി അശോകൻ. കലിംഗ യുദ്ധം നടന്നത് BC 261. കലിംഗ യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിലിൽ മനം നൊന്ത് എക്കാലത്തേക്കുമായി യുദ്ധം ഉപേക്ഷിച്ച രാജാവ് അശോകൻ. കലിംഗ യുദ്ധത്തിൽ വിജയിച്ച ചക്രവർത്തി അശോകൻ. അശോക സ്തംഭത്തിലെ ലിഖിതങ്ങൾ ഏത് ലിപിയിലാണ്? ദേവനാഗരി. അശോകൻ്റെ ശിലാശാസനങ്ങൾ ആദ്യമായി വ്യാഖ്യാനിച്ച ചരിത്രകാരൻ ജെയിംസ് പ്രിൻസപ്പ്. ബുദ്ധമതത്തെ ആഗോള മതമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ത്യൻ ഭരണാധികാരി അശോകൻ.
ശ്രീലങ്കയിൽ ബുദ്ധമത പ്രചരണത്തിനായി അശോകൻ അയച്ചത് ആരെയാണ്? മഹേന്ദ്രൻ. ശതവാഹന രാജവംശ സ്ഥാപകൻ സിമുഖൻ. ശതവാഹന രാജാക്കന്മാരുടെ തലസ്ഥാനമാണ് ശ്രീകാകുളം. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ രാജവംശമാണ് കുശാന വംശം. ബുദ്ധഭഗവാന്റെ രൂപം ആദ്യമായി ആലേഖനം ചെയ്ത നാണയം പുറത്തിറക്കിയ രാജാവ് കനിഷ്കൻ. രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണാധികാരിയാണ് കനിഷ്കൻ. ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ് ശകവർഷം. ശകവർഷം ആരംഭിക്കുന്നത് കനിഷ്കന്റെ കാലത്താണ്. AD 78. ശകവർഷത്തിലെ ആദ്യത്തെ മാസമാണ് ചൈത്രം. കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചിരുന്ന കലാരീതിയാണ് ഗാന്ധാര കലാരീതി. ഗാന്ധാര കല ഏതൊക്കെ കലാശൈലികളെ സങ്കലനത്തിലൂടെ രൂപം പ്രാപിച്ചതാണ്? അതായത് ഗ്രീക്ക് പ്ലസ് ഭാരതം, ഗ്രീക്കും ഭാരതം. അഷ്ടാംഗ ഹൃദയം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആയുർവേദം. ഗുപ്ത സാമ്രാജ്യ സ്ഥാപകനാണ് ചന്ദ്രഗുപ്തൻ 1. വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവ് ചന്ദ്രഗുപ്തൻ 2. നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന ആരുടെ സദസ്സിലെ അലങ്കരിച്ചിരുന്നത്? ചന്ദ്രഗുപ്തൻ 2. സെക്കൻഡ് അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കനെയാണ്. നളന്ദ കുമാരഗുപ്തൻ്റെ കാലത്താണ്. ഇനി അടുത്തത് വിക്രമാദിത്യൻ്റെ അതായത് ചന്ദ്രഗുപ്തൻ 2 കാലത്തെ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ബുദ്ധ സന്യാസിയായിരുന്നു ഫാഹിയാൻ. പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന ഭാരതീയനായിരുന്നു ആര്യഭടൻ. ചന്ദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ച ചിത്രകാരനാണ് വിൻസെൻ്റ് സ്മിത്ത്. കവിരാജൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ചക്രവർത്തി ചന്ദ്രഗുപ്തൻ. ചന്ദ്രഗുപ്തൻ്റെ നേട്ടങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ശിലാസ്തംഭമാണ് അലഹബാദ്. അലഹബാദ് പ്രശസ്തി തയ്യാറാക്കിയത് ഹാരിസ് സേനൻ. നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി കുമാരഗുപ്തൻ. ഗുപ്ത കാലഘട്ടത്തെക്കുറിച്ച് സൂചനകൾ നൽകിയ ചുമർ ചിത്രങ്ങൾ കാണപ്പെടുന്ന ഗുഹ അജന്ത ഗുഹ. വടക്കേ ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തിയാണ് ഹർഷവർദ്ധനൻ. ഇന്ത്യൻ മാക്കിയവല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ. ഹർഷവർദ്ധനൻ പഠനത്തിനായി ചേർന്ന ഇന്ത്യയിലെ പ്രാചീന സർവകലാശാല നളന്ദ സർവകലാശാല. ഹർഷവർദ്ധനൻ്റെ തലസ്ഥാന നഗരം കനൗജ്. ഹർഷവർദ്ധനൻ്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരി ഹുയാൻ സാങ്. ഹർഷവർദ്ധനൻ്റെ ആസ്ഥാന കവി ബാണഭട്ടൻ. ഹർഷചരിതത്തിൻ്റെ കർത്താവ് ബാണഭട്ടൻ. ചാലുക്യ രാജവംശത്തിൻ്റെ തലസ്ഥാനം വാതാബി. വാറങ്കൻ ആസ്ഥാനമാക്കി ഭരിച്ച രാജവംശ കാകതീയ വംശം. കാകതീയ വംശത്തിലെ അവസാനത്തെ രാജാവ് പ്രതാപരുദ്ര 2. കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എല്ലോറ. ചോള രാജാക്കന്മാരുടെ രാജകീയ മുദ്ര കടുവ. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണിയെടുപ്പിച്ചത് രാജരാജ ചോളൻ 1. ഹർഷവർദ്ധനൻ്റെ സമകാലികനായിരുന്ന പല്ലവ രാജാവ് മഹേന്ദ്രവർമ്മൻ. മഹാബലിപുരം പട്ടണം നിർമ്മിച്ചത് നരസിംഹവർമ്മൻ 1. പല്ലവ ശില്പകല ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലം മഹാബലിപുരം. ഇന്ത്യയിൽ ആദ്യ മുസ്ലിം ആക്രമണത്തിൽ നേതൃത്വം നൽകിയ അറബ് ഗവർണറാണ് മുഹമ്മദ് ബിൻ കാസിം. ഇന്ത്യയിൽ ആദ്യമായി ആക്രമിച്ച തുർക്ക് ഭരണാധികാരി മുഹമ്മദ് ഗസ്നി. ഇന്ത്യയെ 17 തവണ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗസ്നി തന്നെയാണ്. ചേരന്മാരുടെ തലസ്ഥാനം, ഇത് പ്രധാനപ്പെട്ടതാണ്. ചേരന്മാരുടെ തലസ്ഥാനം വാഞ്ചി. ചോളന്മാരുടെ തലസ്ഥാനം തഞ്ചാവൂർ. ചോളന്മാരുടെ ആദ്യകാല തലസ്ഥാനം ഉറയൂർ. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുര. പല്ലവന്മാരുടെ തലസ്ഥാനം കാഞ്ചീപുരം. ചാലുക്യന്മാരുടെ തലസ്ഥാനം വാതാബി. രാഷ്ട്രകൂടന്മാരുടെ തലസ്ഥാനം മാൻഘട്ട്. ഡൽഹി കൂടുതൽ ഭരിച്ചിരുന്നത് തുഗ്ലക് വംശം. കുറവ് ഭരിച്ചത് ഖിൽജി വംശമാണ്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി ആക്രമിച്ചത് AD 1025. ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശി മുഹമ്മദ് ഗോറി. തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ ആരുമായിട്ടാണ് ഏറ്റുമുട്ടിയത്? മുഹമ്മദ് ഗോറിയുമായിട്ടാണ്. 1192 രണ്ടാം തറൈൻ യുദ്ധം. അപ്പോൾ ഒന്നാം തറൈൻ യുദ്ധം 1191 യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയത് പൃഥ്വിരാജ് ചൗഹാനെയാണ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണഘടന സ്ഥാപിക്കുന്നതിന് മുമ്പ് ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. അടിമ രാജവംശ സ്ഥാപകനാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. ദില്ലി സിംഹാസനത്തിൽ ആരൂഢനായ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്ക്. ലാഖ് ബക്ഷ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി ഖുത്ബുദ്ദീൻ ഐബക്ക്. ഖുത്ബുദ്ദീൻ ഐബക്ക് കുവത്ത്
കുവത്ത് ഉൽ ഇസ്ലാം പള്ളി പണി കഴിപ്പിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ്. പോള കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണു മരിച്ചത് ഖുത്ബുദ്ദീൻ ഐബക്ക് ആയിരുന്നു. കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ച ഡൽഹി സുൽത്താനാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. കുത്തബ് മിനാർ പണി പൂർത്തിയാക്കിയത് ആരാണ്? ഇൽത്തുമിഷ്. അപ്പോൾ പണി ആരംഭിച്ച ഡൽഹി സുൽത്താൻ ഖുത്ബുദ്ദീൻ ഐബക്കും പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷുമാണ്. കുത്തബ് മിനാർ ആരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പണി കഴിപ്പിച്ചത്? ഖുത്ബുദ്ദീൻ ബക്തിയാർ കാഗി. ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയത് ഇൽത്തുമിഷ്. രണ്ടിലും ഓരോ ഈ ഉള്ളതുകൊണ്ട് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. ഇൽത്തുമിഷ്, ഇക്ത. 1202 നളന്ദ സർവകലാശാല നശിപ്പിച്ച സൈനാധിപൻ മുഹമ്മദ് ബക്തിയാർ ഖിൽജി. ഇൽത്തുമിഷിന്റെ ഭരണകാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരി ചെങ്കിസ് ഖാൻ. ഡൽഹി സിംഹാസനത്തിൽ ആദ്യമായി അവരോധനായ വനിതയാണ് സുൽത്താന റസിയ. അടിമവംശത്തിലായിരുന്നു. 1236 AD. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്ന സുൽത്താന റസിയ ഡൽഹിയിലാണ്. റസിയ സുൽത്താന ഡൽഹിയിൽ അധികാരത്തിലേറിയത് AD 1236 നിണവും ഇരുമ്പും നയം സ്വീകരിച്ച ഡൽഹി സുൽത്താൻ ബാൽബൻ. ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകൻ ജലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അലാവുദ്ദീൻ ഖിൽജി. വ്യാപാരികളുടെ ദൈവം എന്നറിയപ്പെടുന്നതും അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് കമ്പോള നിയന്ത്രണത്തിൻ്റെ മേധാവിയായ ഉദ്യോഗസ്ഥൻ ഷാഹ്ന. ഇന്ത്യയിൽ പോസ്റ്റൽ സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്നത് അലാവുദ്ദീൻ ഖിൽജി. ലൈല മജ്നു എന്ന കാവ്യം രചിച്ചത് അമീർ ഖുസ്രോ. പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രോ. സിത്താർ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രോ. ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം മുതലായ ശാഖകളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ബുദ്ധിമാനായ വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത് വിൻസെന്റ് സ്മിത്ത്. ഡൽഹിയിൽ നിന്നും ദേവനാഗരിയിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്ന് വിശേഷിപ്പിക്കുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആഫ്രിക്കൻ സഞ്ചാരിയായിരുന്നു ഇബ്നു ബത്തൂത്ത. തളിക്കോട്ട യുദ്ധം AD 1565 മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ 24ാമത്തെ പ്രവിശ്യയാണ് ദൗലത്താബാദ്. ടോക്കൺ കറൻസി സിസ്റ്റം ആദ്യമായി ഏർപ്പെടുത്തിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗത മാർഗം ആരംഭിച്ചത് മുഹമ്മദ് ബിൻ ഫിറോസ് ഷാ തുഗ്ലക്ക്. കനാൽ മാർഗത്തിലുള്ള ഗതാഗതം ഫിറോസ് ഷാ തുഗ്ലക്ക്. ജസിയ, ജാഗിർ തുടങ്ങിയ നടപ്പിലാക്കിയത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. താരിഖ് ഫിറോസ് ഷാഹി എഴുതിയത് സിയാവുദ്ദീൻ ബരാനി. സയ്യിദ് വംശം സ്ഥാപിച്ചത് കിസാൻ ഖാൻ. ലോധി വംശം ബഹലൂർ ലോധി. ആഗ്ര പട്ടണത്തിൻ്റെ നിർമ്മാതാവ് സിക്കന്ദർ ലോധി. ഡൽഹി ഭരിച്ച അവസാന സുൽത്താൻ വംശം ലോധി വംശം. വിജയനഗരം സ്ഥാപിച്ച ആരെല്ലാം ചേർന്നതാണ്? ഹരിഹരനും ബുദ്ധനുമായിരുന്നു. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ച ആത്മീയ നേതാവ് വിദ്യാരണ്യൻ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രമുഖ രാജാവ് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ ഭരണകാലമാണ് 1509 മുതൽ 1529 വരെ 20 വർഷം. അത് കുറച്ചുണ്ട്. ഡൽഹി ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ പേര് അക്കി തുസ്സ. അടിമവംശം, അതായത് ഒരു കോഡാണ്. ഡൽഹി ഭരിച്ചിരുന്നത് ആരൊക്കെയാണെന്ന്? അക്കി തുസ്സ, അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സെയ്ദ് വംശം. കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഡോമിൻഗോസ്. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് അഷ്ടദിഗജങ്ങൾ. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായ പണ്ഡിതൻ തെന്നാലി രാമൻ. കൃഷ്ണദേവരായർ അന്തരിച്ചത് 1529. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭാഷ തെലുങ്ക്. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചിരുന്ന വിദേശ സഞ്ചാരിയായിരുന്ന നിക്കോളോ കോണ്ടി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധം 1565. തളിക്കോട്ട യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബാഹ്മിനി സാമ്രാജ്യവും വിജയനഗര സാമ്രാജ്യവും. ബ്രാഹ്മൺസിനെ ഓർത്താൽ മതി, ബ്രാഹ്മിനി സാമ്രാജ്യം. ബ്രാഹ്മിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ബീദാർ, ഗുൽബർഗ്. തളിക്കോട്ട യുദ്ധ സമയത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജാവ് സദാശിവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്ന സ്ഥലമാണ് ഹംപി, കർണാടക. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചിരുന്ന റഷ്യൻ സഞ്ചാരി ആയിരുന്നു അത്തനേഷ്യസ് നികിതൻ. ഇനി അടുത്തത് ഇന്ത്യൻ മുഗൾ ഭരണത്തിൻ്റെ അടിത്തറ പാകിയ യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1526. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇബ്രാഹിം ലോധിയെയായിരുന്നു.
മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ബാബർ ശില്പി. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശില്പി അക്ബറും സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ബാബറുമാണ്. തിരിഞ്ഞു പോകരുത്. മുഗൾ ഭരണകാലത്തെ ഔദ്യോഗിക ഭാഷയാണ് പേർഷ്യൻ. ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാബൂളിൽ. ഏത് മുഗൾ ചക്രവർത്തിമാരാണ് ആത്മകഥ രചിച്ചത്? ബാബറും ജഹാംഗീറുമാണ്. ബാബറിൻ്റെ ആത്മകഥ തുസ്കി ബാബറി. ബാബർ തൻ്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ജഗാത്തായ് തുർക്കി. ഷേർമണ്ഡലത്തിൻ്റെ പടിക്കെട്ടിൽ നിന്ന് വീണു മരിച്ച മുഗൾ ചക്രവർത്തിയായിരുന്നു ഹുമയൂൺ. ഹുമയൂണിനെ തുടർന്ന് ഭരണാധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ. രണ്ടാം പാനിപ്പട്ട് യുദ്ധം ആരൊക്കെയായിരുന്നു? അക്ബറും ഹുമയൂണും തമ്മിലായിരുന്നു. 1556. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപൻ ബൈറാം ഖാൻ. അക്ബർ 14-ാമത്തെ വയസ്സിലായിരുന്നു രാജഭരണം ഏറ്റെടുത്തത്. അക്ബറിൻ്റെ ഭരണകാലം 1556 തൊട്ട് 1605, 49 വർഷം. ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് അക്ബർ. നിരക്ഷരനായ മുഗൾ രാജാവ് അക്ബർ. അപ്പോൾ അക്ബറുടെ സദസ്സിൽ ഒരു ബുദ്ധിമാനായ ഒരാളുണ്ടായിരുന്നു, ബീർബൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ബീർബലിൻ്റെ നിർദ്ദേശത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അക്ബറുടെ സദസ്സിലെ വിദൂഷകൻ ബീർബൽ. അക്ബറുടെ സദസ്സിലെ ഹിന്ദി കവികൾ തുളസീദാസ്, സൂർദാസ്. അക്ബറിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന മഹാനായ ഇന്ത്യൻ സംഗീതജ്ഞനാണ് താൻസൻ. അക്ബർ ചക്രവർത്തിയുടെ ധനകാര്യ ഉപദേഷ്ടാവാണ് രാജാ തോഡർമാൻ. അക്ബർ ചക്രവർത്തി കല്യാണം കഴിച്ച രജപുത്ര രാജകുമാരിയാണ് ജോധാഫായ്. ഐനി അക്ബരി എഴുതിയത് അബുൾ ഫസൽ. അക്ബർ ജസിയ നിരോധിച്ച വർഷം വെരി ഇമ്പോർട്ടൻ്റ് 1564. 1564. ബുള്ളറ്റ് ദർവാസ പണിയെടുപ്പിച്ചത് അക്ബർ. അക്ബർ ചക്രവർത്തി നിർമ്മിച്ച തലസ്ഥാനം ഫത്തേപൂർ സിക്രി. അത് പ്രധാനപ്പെട്ടതാണ്.